എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു നെക്ക് ഡിസൈനാണ് തയ്ക്കാൻ പോകുന്നത്. പൈപ്പിംഗ് ത്രെഡോ പൈപ്പിംഗ് ഫൂട്ടോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസാണ്. നമ്മൾ രണ്ടാക്കി മടക്കി വെച്ചിരിക്കുന്ന ഒരു പീസാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് 5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. അതുപോലെ തന്നെ താഴോട്ടേക്ക് 7 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സ്ക്വയർ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൻ്റെ കേർവിൽ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുത്തിട്ട് ഇവിടെ എത്തുമ്പോൾ ചെറുതായി ഒന്ന് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിവർത്തിയെടുത്തപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് പീസ് എടുക്കുക. ഇതിപ്പോൾ 1.25 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ്. ഇനി നമ്മൾ ഇതുപോലെ ഇതിനങ്ങ് നടുമടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിൻ്റെ അരികിലൂടെ താഴ്ഭാഗം വരെ തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു നെക്ക് പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് ആ നെക്കിൻ്റെ പാറ്റേണിൽ തന്നെ നമുക്ക് അതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മളുടെ ആ റെഡ് പീസ് ഉണ്ടല്ലോ, അത് ചെറുതായി ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഈ താഴ്ഭാഗം ഇതുപോലെ അങ്ങ് ചെറുതായി മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് പിന്നെയും തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ആ പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇവിടെ ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ ബാക്കിലോട്ട് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം.
ഇപ്പം നമ്മൾ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്യാൻവാസ് എടുക്കാം. ക്യാൻവാസ് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് നമുക്കൊരു മാർക്കിങ് കൊടുക്കാം. ഇതേ മോഡലിൽ തന്നെ വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിനെ മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ നമുക്ക് 3 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കാം. അതുപോലെ തന്നെ താഴോട്ടേക്കായിട്ട് നമുക്ക് 5.5 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മളൊരു റൗണ്ട് നെക്കിന് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് താഴോട്ടായിട്ട് ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതും അങ്ങ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് നിവർത്തിയെടുക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ താഴ്ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പീസ് എടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു ചാനലിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ക്രോപ്പ് ടോപ്പ്, ഫ്രോക്ക്, ഹെയർ ബോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ക്യാൻവാസിൻ്റെ തൊട്ട് മുകളിലൂടെയാണ് കേട്ടോ. ഇത് നമ്മൾ മുഴുവനായിട്ടും ഈ നെക്ക് മൊത്തമായിട്ട് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഇപ്പം നമ്മൾ മുഴുവനായിട്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇതുപോലെ അങ്ങ് മറിച്ചു കൊടുക്കാം. മറിച്ചെടുത്തപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല നീറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ മടക്കി അങ്ങ് തയ്ച്ചു കൊടുക്കാം. ചുറ്റുഭാഗത്തായിട്ട് നമ്മൾ മടക്കി തയ്ച്ചെടുക്കണം. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചിട്ടുള്ള ആ ഒരു നെക്ക് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ താഴോട്ടായിട്ട് ഇപ്പം തയ്ച്ചിട്ടുള്ള ആ ഒരു പീസിനെ വെച്ച് കൊടുക്കുക. നമുക്കിതാ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതാ പിൻ കുത്തി കൊടുക്കാം കേട്ടോ. ഈ 2 പീസും കൂടി ഒരുമിച്ചാക്കിയിട്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തെന്നി മാറാതെ നല്ല വൃത്തിക്ക് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതാ ഇതുപോലെ മുകളിലാക്കി വെച്ച് ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമ്മളുടെ നെക്ക് പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പിന്നൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്